ഇംഗ്ലീഷിൽ ഇന്ന് എന്നുള്ളതിന് എന്താണ് പറയുക? ടുഡേ. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. TODAY ടുഡേ, ഇന്ന്. ഇന്ന് നമ്മൾ പറയുന്നത് വാട്ട്, വെൻ, വിച്ച്, വൈ, വു, whom, whose, how. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇംഗ്ലീഷ് പറയും, നിങ്ങൾ മലയാളം കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഹിസ്, ഹെർ, വേർ, വെൻ, മീ, യു, യുവർ, അവർ, അവേഴ്സ്, ഹു, whose, how, this, that, this, those. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം വേർഡ്സ് കിട്ടുന്നുണ്ടോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മലയാളം പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അവയെല്ലാം, ഇവയെല്ലാം, അത്, ഇത്, എങ്ങനെ, ആരുടെ, ആര്, നമ്മുടേത്, നമ്മുടെ, നിങ്ങളുടെ, നിങ്ങൾ, എന്നെ, എപ്പോൾ, എവിടെ, അവളുടെ, അവൻ്റെ. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് കിട്ടുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം കിട്ടുന്നുണ്ടോ എന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക്, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ചിലരോടൊക്കെ ചോദിക്കൂലേ എൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കും. ഇനി മുതിർന്ന ആൾ അങ്ങനെയൊക്കെ എല്ലാവരുടെയും നമ്മൾ എന്താ ചോദിച്ചാൽ നിങ്ങളെ പേരെന്താ അല്ലെങ്കിൽ എൻ്റെ പേരെന്താ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കൂലേ. അത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡിലായിട്ട് നമ്മളെങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? അതെല്ലാവർക്കും അറിയുണ്ടാവില്ലേ. കാരണം നമ്മൾ കുറേ ആൾക്ക് നമ്മൾ ഈ ചെറിയ കുട്ടികളെ നമ്മൾ സ്കൂളിലൊക്കെ ചേർത്തിയാൽ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണല്ലേ ഇത്. വാട്ട് ഈസ് യുവർ നെയിം? പേരെന്താ ചോദിക്കാൻ നമ്മൾ പഠിപ്പിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ആൻസറായിട്ട് എങ്ങനെ പറയും? മൈ നെയിം ഈസ് സന, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഫാത്തിമ. അങ്ങനെ മൈ നെയിം ഈസ്, എൻ്റെ പേര് ഇന്നതാണെന്ന് നമ്മൾ പറയൂലേ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കുകളാണ് നമ്മളിന്ന് പറയുന്നത്. വെൻ. വെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എപ്പോൾ. വെൻ, എപ്പോൾ. എന്താ വെൻ ഡു യു ഗെറ്റ് അപ്പ്? അതിൻ്റെ അർത്ഥം എന്താണ്? നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? വെൻ ഡു യു ഗെറ്റ് അപ്പ്. പിന്നെ അടുത്തത് എന്താണ്? വിച്ച്, ഏത്. വിച്ച് യുവർ ബാഗ്. വിച്ച് യുവർ ബാഗ്. അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ ബാഗ് ഏതാണ്? നിങ്ങളുടെ ബാഗ് ഏതാണ്. ഇനി അടുത്തത് വൈ. വൈ എന്നാൽ അതിൻ്റെ മീനിങ് എന്തുകൊണ്ട്. വു, ആര്. ഹും, ആരെ. ഹുസ്, ആരുടെ. ഈ 4 വേർഡ്സ് കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കാണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാം എന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ, കാരണം സ്കൂൾ തുറക്കുമ്പോഴത്തേനൊക്കെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആദ്യം വേർഡ്സ് പറഞ്ഞ അതിൻ്റെ മീനിങ് പഠിക്കണോ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ല. നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ വൈ, ഹൂ, ഹൂം, ഹുസ് ഈ 4 വേർഡ്സ് കൊണ്ട് നിങ്ങൾ
ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തതാണ് പറയുന്നത് ഹൗ, എങ്ങനെ. അത് എല്ലാവർക്കും ഇപ്പോൾ ഹൗ വെച്ചിട്ടൊരു ഒരു ക്വസ്റ്റ്യന് തയ്യാറാക്കാൻ പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തയ്യാറാക്കണതാണ് എന്ത് അറിയോ, ഹൗ ആർ യു, ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റിപ്ലൈയും കൊടുക്കാൻ അറിയൂലേ, ഐ ആം ഫൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹോംവർക്ക് ഉള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.